ഒരു മാസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് കാർ വാഷ് ചെയ്യുന്നവരാണോ നിങ്ങൾ? അതുപോലുള്ള ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഒരു മാസത്തിന് ശേഷം ഏകദേശം 2500+ കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഇപ്പോൾ വാഷിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വെഹിക്കിളിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പുറമെ എക്സ്റ്റീരിയറിൽ ഒരുപാട് ബേർഡ് ഡ്രോപ്പിങ്സ്, അഴുക്കുകൾ, കറകളും കാര്യങ്ങളും, ടാറെല്ലാം പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കേസിൽ നോർമലായിട്ടുള്ള സർവീസ് സ്റ്റേഷനിൽ നിങ്ങൾ വാഷിന് കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രൊസീജിയറുണ്ട്. അത് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഞങ്ങളുടെ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന 2 സ്റ്റെപ്പ് വാഷിംഗ് മെത്തേഡാണ്. എന്തുകൊണ്ട് 2 സ്റ്റെപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ തന്നെ ഈ ഒരു മാസത്തിന് ശേഷം വണ്ടി വാഷ് ചെയ്യുന്നത് തന്നെയാണ്. 1 സ്റ്റെപ്പ് വാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ വാഷ് യൂസ് ചെയ്ത് വണ്ടിയുടെ നോർമലായിട്ടുള്ള അഴുക്കുകളും കാര്യങ്ങളും സോക്ക് ചെയ്തിട്ട് റിൻസ് ചെയ്ത് ഫോം ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അത് നമ്മളെല്ലാ വണ്ടികൾക്കും ഇവിടെ 1 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. മറ്റുള്ള സർവീസ് സ്റ്റേഷനിൽ പോലെ വരുന്ന വണ്ടികളെ ഡയറക്റ്റായിട്ട് റിൻസ് ചെയ്ത് ഫോം അടിച്ച് സ്ക്രബ് ചെയ്യുന്ന പരിപാടിയല്ല. നമ്മൾ 1 സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഈ വെഹിക്കിളിന് 2 സ്റ്റെപ്പ് നിർബന്ധമാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് നിർബന്ധമാണെന്ന് മാത്രമല്ല, 2 സ്റ്റെപ്പിൽ തന്നെ ഡീറ്റെയിൽഡ് വാഷ് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ വൈറ്റ് വെഹിക്കിളിന് ഒരു റിസൾട്ട് കിട്ടുള്ളൂ വാഷിന് ശേഷം. ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ ഒന്നും ഡീസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈസിയാണ് വൈപ്പ് ഓഫ് ചെയ്ത് കളയാനും അഴുക്കുകൾ മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ എത്രത്തോളം ഡീസൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളം വെഹിക്കിൾ ഡള്ളായി ഡാമേജായി വരത്തേ ഉള്ളൂ. സോ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പ്രീ വാഷ് ചെയ്ത് വെഹിക്കിളിനെ ഫുള്ളായിട്ട് അഴുക്കുകളൊക്കെ സോക്ക് ചെയ്ത് റിൻസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു ക്ലീനർ യൂസ് ചെയ്ത് ആ സൊല്യൂഷൻ യൂസ് ചെയ്ത് വെഹിക്കിൾ ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്ത് കളയും. സ്ക്രബ് ചെയ്തതിന് ശേഷം വീണ്ടും റിൻസ് ചെയ്ത് അതിന് ശേഷം ഫോം ഷാമ്പു നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം റിൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ റിസൾട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഷൈനും ഗ്ലോസും നമ്മൾക്ക് ഈ വെഹിക്കിളിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 സ്റ്റെപ്പ് വാഷ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ ഡീറ്റെയിൽഡ് വാഷോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കാർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലാഡർ സിനിമാസിൽ ഇപ്പോൾ ഞങ്ങളുടെ സർവീസ് ഓപ്പൺ ആണ്. ഞങ്ങൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലാണുള്ളത്. ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മൾക്ക് മാക്സിമം റിസൾട്ടും മാക്സിമം ഗ്ലോസും പ്രോപ്പറായിട്ടുള്ള വാഷിംഗ് പ്രൊസീജിയറിലൂടെ നമുക്ക് വണ്ടിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.